ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മരിയം മാളൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് അനീഷേട്ടനും മാളുമൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എണീക്കുമ്പോൾ തന്നെ ഇതൊന്നും ചെയ്യാനായിട്ടുള്ള സമയം കിട്ടില്ല കേട്ടോ. മാളുവിന് സ്കൂളിൽ പോകണം. ഇപ്പം നേരത്തെ ബസ് വരും കേട്ടോ. ഇപ്പം നേരത്തെ ഒരു 6:15 ആകുമ്പോഴത്തേനും ഇപ്പോൾ ബസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇങ്ങനെയുള്ള പണികളൊന്നും നടക്കില്ല. ഇവിടെ ഞാൻ കുറച്ച് മുളക് പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളച്ചിട്ടില്ല, നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പൂവൊക്കെ ഇട്ട് മുളക് വരുമ്പോഴത്തേനും ഞങ്ങൾ നാട്ടിൽ പോകും കേട്ടോ. അന്നേരം പിന്നെ അത് ഉണങ്ങിപ്പോവേ. ഇതുവരെയായിട്ട് എനിക്ക് അതിനകത്ത് നല്ല മുളക് ഉപയോഗിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ ഞാൻ വെച്ചു. ഇനിയിപ്പോൾ അടുക്കള പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ചോറിടാം. ചോറ് കുക്കറിലാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇത് കുക്കറിൽ നിറച്ച് വെള്ളം എടുക്കും കേട്ടോ ഞാൻ, കാരണം നന്നായി ചോറ് വേവണം ഇവിടെ എല്ലാവർക്കും. കറി വയ്ക്കാൻ പോകുന്ന അയിലയാണ്. കരാമയെന്നാണ് മേടിച്ചിരിക്കുന്നത്. കരാമ ഒരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് അവർ ക്ലീൻ ചെയ്തത് എടുത്തിട്ട് ഇതുപോലെ വെട്ടി മുറിച്ച് തരും കേട്ടോ. നമുക്ക് പിന്നെ പണി കുറവാണ്. ഇന്നലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നല്ല സാധാരണ മേടിക്കാറ്. ഇവിടെ ഒരു മീൻ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി എന്നിട്ട് മേടിക്കാറ്. പക്ഷെ ഇന്നലെ സമയം കിട്ടിയില്ല, താമസിച്ച് പോയായിരുന്നു. അപ്പോൾ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ചെന്നാൽ കിട്ടില്ല കേട്ടോ. അത് കാരണം ഇന്നലെ കരാമയെന്നാണ് മേടിക്കുക. മുളകിട്ട് കേട്ടോ വയ്ക്കണം. ഇന്ന് തേങ്ങ അരച്ച് വയ്ക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. എനിക്കില്ല, അനിക്കാരന് എങ്ങനെ വെച്ചാൽ അത് മേടിക്കാം. തിന്നാൻ നല്ല രസമാണ്. ഇതിൻ്റെ ഉളുമ്പും മണം വല്ലാത്ത ചാളയ്ക്ക് ഭയങ്കര മണം കേട്ടോ. ചാള എടുത്ത് കഴിഞ്ഞാൽ ശരിക്കും സോപ്പിട്ട് എല്ലാ പാത്രവും ഇവിടെ എല്ലാം കഴുകിയില്ലെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. പൈപ്പിലൊക്കെ നമ്മൾ തൊടുമ്പോൾ ഭയങ്കര സ്മെല്ല് വരും. ഇത് ഞാൻ ഈ ബ്രഷ് സെപ്പറേറ്റ് ഇത് കഴുകാൻ മാത്രമായിട്ട് വെച്ചേക്കുന്ന കേട്ടോ. ക്ലീനിങ് പണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കിയിരിക്കും ഭയങ്കര. പുതിയ ചട്ടി റെഡിയാക്കി വെച്ചിട്ട് ഇത് ഇട്ട് നമ്മൾ പാകം ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് അയിലക്കറിയാണ് ഇതിൽ ഫസ്റ്റ് വെക്കാൻ പോകുന്നത്. എനിക്ക് കുഞ്ഞി പാത്രം ഒത്തിരി ഇഷ്ടം കേട്ടോ. വലിയ പാത്രങ്ങളെക്കാളും എനിക്കിഷ്ടം കുഞ്ഞി പാത്രങ്ങളാണ്. മീൻകറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി നല്ലോണം ഒന്നുകൂടെ എണ്ണ പുരട്ടിയിട്ട് ഒന്ന് ചൂടാക്കി പിന്നെ ഒന്ന് തണുപ്പിച്ചെടുത്തതാട്ടോ ഞാനിപ്പോൾ. അതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി കടുക് ഇടും, പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് അത് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ട് സവാളയും കൂടെ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അത് നല്ലോണം വഴറ്റും കേട്ടോ. വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് ഒന്നുകൂടെ മൂപ്പിക്കും. അതിന് ശേഷം ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി ഇട്ട് നല്ലോണം മൂപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിക്കും കേട്ടോ. അത് തിളപ്പിക്കുന്നതിന് മുമ്പ് പുളി ഇടും കേട്ടോ. കുടംപുളി ഇടും, കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കും കേട്ടോ. വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നത് കുറച്ച് കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അത് തിളച്ച് വന്നതിന് ശേഷം മീനിട്ട് മൂടി വയ്ക്കും. നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചോറ് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ വിസിലടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീനൊക്കെ മുളക് തിരുമ്മി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്നിട്ട് വേണം ഇനി വറക്കാനായിട്ട്. വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ അഴി പോണ വരെ വെച്ചിട്ട് കേട്ടോ. അന്നേരം നല്ലോണം വേവും. അത്രയും വേവണം കേട്ടോ ഇവിടെ അച്ഛനും മോക്കും. അപ്പം ഇനി കുറച്ച് സമയം എടുക്കും. അവിടെ മീൻകറി വെന്ത് വരണുള്ളൂ. അതും അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. എന്നിട്ട് തിരുമ്മി വെച്ചേക്കണതും കുറച്ച് നേരം അവിടെ ഇരിക്കണം. അങ്ങനെ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ലോണം പറ്റി. ഇത് മതിയാവും. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. കഞ്ഞി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെരുവത്തിലാണ് കേട്ടോ ഞാൻ തിളപ്പിച്ച് ഊറ്റണേ. അപ്പം തന്നെ നമുക്ക് മീൻ മറക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞി ഇങ്ങനെ 2 വിസിലടിപ്പിച്ചതിന് ശേഷം ഒന്നോടെ തിളപ്പിച്ച് ഊറ്റും. അങ്ങനെയാട്ടോ കഞ്ഞി വേവിക്കണേ. ആ കൂട്ടത്തിൽ മീൻ മറക്കുന്നുണ്ട്. 2 എളുപ്പത്തിരിക്കുമ്പോൾ തന്നെ പാത്രങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. കഞ്ഞി തിളച്ചിട്ടുണ്ട്. കഞ്ഞി ഇത് നമ്മുടെ നാട്ടിലത്തെ പോലെ ഞാൻ കഞ്ഞിച്ചട്ടിയിലേക്കല്ല കേട്ടോ ഊറ്റുന്നത്. ഇവിടെ കുക്കറിലേക്ക് തന്നെ ഊറ്റി അങ്ങ് അടയ്ക്കുകയാണ്. അപ്പോൾ അത് തുറന്നു പോകാതിരിക്കാൻ ക്ലിപ്പ് ഇട്ട് വെക്കും കേട്ടോ.
മീനും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മീനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം പണിയെല്ലാം തീർന്നു. ഇനി ഒരു മുട്ടയുടെ കഷ്ണമുണ്ട്, അതും കൂടെ ആ എണ്ണയിലൊക്കെ ഇട്ട് തന്നെ അങ്ങ് പൊരിച്ച് മാറ്റി വയ്ക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചപ്പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറും വെച്ചു, മീൻ കറിയും വെച്ചു, മീൻ വറുത്തു. പിന്നെ ഇച്ചിരി തോരൻ ഇരിപ്പുണ്ട് കേട്ടോ. തോരൻ ഇന്ന് വെക്കാൻ ഇന്നലത്തെ തോരൻ ഇരിപ്പുണ്ടായിരുന്നു. ബീറ്റ്റൂട്ട് തോരൻ ബാലൻസ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് തോരനൊന്നും നമ്മൾ വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേ ഇന്നത്തെ പണി ഇത്രയേ ഉള്ളൂ. അപ്പോൾ കഞ്ഞിയും കറിയൊക്കെ വെക്കണം. ഒപ്പം തന്നെ നമ്മുടെ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. Thanks for watching.